അപ്പോഴേ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് പുട്ടുപൊടി ഉണ്ടാക്കി വെച്ചിട്ടില്ലായിരുന്നോ? നമുക്കത് വെച്ചിട്ട് ഒരു പുട്ടുണ്ടാക്കി നോക്കിയാലോ? പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നല്ലേ കാണിച്ചുള്ളൂ. അത് വെച്ചിട്ട് നല്ലൊരു പുട്ടും കൂടെ ഉണ്ടാക്കി. അപ്പോൾ ആ വെള്ളത്തിൻ്റെയും പൊടിയുടെയും അനുപാതം എന്താണെന്നൊക്കെ നോക്കിയാലോ ഇന്ന്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് മെഷറിംഗ് കപ്പ് ഇതാണ്. ആക്ച്വലി ഞാൻ ഇതിലല്ല ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ഒരു മെഷറിംഗ് കപ്പിലല്ല. എനിക്ക് അതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ ഡെയിലി ചെയ്യുന്നത് കൊണ്ട് അറിയാം. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പുട്ടുപൊടി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സോ അതിലോട്ട് ഞങ്ങൾക്ക് 3 പേർക്ക്, അതായത് ഒരു 2 കുറ്റി പുട്ടിന് ഇത്രയും പൊടി മതി കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് നമുക്ക് ആ പൊടി ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പൊടിയാട്ടോ. ആ സെയിം അളവിൽ സെയിം കപ്പിൽ നമുക്ക് വെള്ളവും കൂടെ എടുക്കാവേ. അളവുണ്ടോ? പുട്ടുപൊടി എടുത്ത അതേ കപ്പിൽ അതേ മെഷർമെൻറ്റിൽ വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുകയാണേ. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇതിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല, അവനവൻ്റെ ആവശ്യം എന്തോരാണോ അത്ര ഇട്ടോളുക. ഇപ്പം ഇത്രയും വെള്ളം ഒഴിച്ചപ്പം, അതായത് 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണ് ഇത് പുട്ടാണോ അതുപോലെ കൊഴുക്കട്ടയോ ഇടിയപ്പോ എല്ലാം ഉണ്ടാക്കാനാണോ പോകുന്നതെന്ന്. പക്ഷെ ഇത് പുട്ട് തന്നെയാണ്. അതിൻ്റെ മാജിക്ക് കണ്ടോണം കേട്ടോ. കണ്ടാ, ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഇത് ഡ്രൈ ആയി വരുന്നത് കണ്ടോ. ഞാൻ നമ്മുടെ ഉപ്പും വെള്ളവും പുട്ടുപൊടിയും കൂടെ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ 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 അന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി അതൊരു 2 മണിക്കൂർ തന്നെ അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഞാൻ സാധാരണ 2 മണിക്കൂറല്ല, ഓവർനൈറ്റാണ് വെക്കുന്നത്. കാരണം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് അടച്ചു വെച്ചേക്കും. രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് സ്പൂൺ വെച്ച് ഒന്നുകൂടി ഇളക്കി കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് പാകമായിട്ട്. അപ്പോൾ ഇതൊരു 2-3 മണിക്കൂറായി. നമുക്ക് നോക്കാം ഏത് പരുവത്തിലായിരിക്കുന്നതെന്ന്. കണ്ട ഇത് ഈ ഒരു കണ്ടീഷനിൽ പുട്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ കട്ടകളെല്ലാം ഉടച്ചെടുക്കണം. അതൊരിക്കലും കട്ട പിടിച്ച് പോകത്തില്ല. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അത് തന്നെയല്ല, എനിക്കൊരു ഇങ്ങനെ പുട്ടൊക്കെ ഇളക്കാൻ വേണ്ടിയിട്ടൊരു മെഷീനുണ്ട്. ഇനി ആ മെഷീൻ വെച്ചിട്ടാണ് ഞാൻ ബാക്കി ഇളക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ മെഷീനും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ പുട്ടിളക്കാൻ പോകുന്ന മെഷീൻ. നന്നായിട്ട് ഇളക്കും. മ്യൂട്ട് ചെയ്യേ. മെഷീൻ സൗണ്ടൊക്കെ ഉള്ളതല്ലേ, അത് മ്യൂട്ട് ചെയ്താൽ മതി. ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് കട്ടയൊക്കെ വിടിയിപ്പിച്ചെടുക്കണം. ഈസി പരിപാടിയാട്ടോ. കട്ടയില്ല, എന്നാലും കുറച്ചും കൂടെ പൊടിയായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം. എത്രയാണോ എടുക്കുന്നത് അത്രയും തന്നെ വെള്ളം ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മളങ്ങ് അടച്ചു വെച്ചാൽ മതിയേ. ഒരു സംശയം, 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളവും അത്രയും തന്നെ ഉപ്പ് എന്ന് പറയുമ്പോൾ 1 ഗ്ലാസ് ഉപ്പുപൊടി വരണോ? തമാശ വെച്ച് കാണാൻ കണ്ടോ. ഇത് മതി. നോക്കി ഉണ്ടോ, വെള്ളം കൂടി പോയിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞിരിക്കുന്നത് കണ്ടോ. ഇനി നമുക്കിത് പുട്ടുകുറ്റിയിലോട്ട് വെക്കാം. എന്റെ സഞ്ജു, നീ വലിയ പ്രമാണിയാണോ? ഇതൊക്കെ കൈകൊണ്ട് വാരിയിട, കൈകൊണ്ട് ഇങ്ങനെ നഖത്തിന്റെ ഇടയ്ക്ക് കയറും, അതുകൊണ്ടാ ഭയങ്കര പാടാ. കൈകൊണ്ട് വാരിയിടുമ്പോൾ ആദ്യം ആ ടേസ്റ്റ് കിട്ടുള്ളൂ. കഴുകാത്ത കൈ കൊണ്ട് വാരിയിടുമ്പോൾ ടേസ്റ്റ് അല്ലേ, അത് അടിപൊളിയായിരിക്കും. അതാ നീ വെറുതെ നീ ഉണ്ടാക്കുന്ന പുട്ടിന് ടേസ്റ്റ് കുറവ് ഇങ്ങനെ ഉണ്ടാക്കുന്നല്ലേ. ഇവിടെ ഒന്ന് കൂടുതൽ ഡയലോഗ് അടിച്ചാൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി തിന്നേണ്ടി വരും. ഓക്കെ, ഞാൻ ഉണ്ടാക്കുന്ന പുട്ടിന് ടേസ്റ്റ് ഉണ്ടോ? ടുട്ടോ, സഞ്ജമ്മ ഉണ്ടാക്കുന്ന പുട്ടിന് ടേസ്റ്റ് ഉണ്ടോടി? അതുകൊണ്ടെന്നേ പറയുള്ളൂ, അത് സത്യം പറയുള്ളൂ. ബ്യൂട്ടിഫുൾ പുട്ടാണ് ഇത്. കടി നീ 2 വള്ളിയൊക്കെ എടുക്കുന്നത് സ്കൂളിലത് അലമ്പ് അടിക്കും. ടീച്ചർമാർക്ക് കുടിച്ച് വലിച്ചോട്ട് പോകാൻ വേണ്ടി ഡ്രീമിൽ കണ്ടതാണ് ഈ ഹെയർ സ്റ്റൈല്. ശരി, സഞ്ജീവ ഉണ്ടായിരുന്ന പുട്ടൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് വെക്കും.
കേട്ടോ ശരി. അപ്പോൾ തേങ്ങയും പുട്ടുപൊടിയും കൂടെ കുത്തി നിറച്ച് നമുക്ക് പുട്ടുപൊടത്തിൻ്റെ മുകളിലോട്ട് വെച്ചേക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് ആവി വന്ന് തുടങ്ങും. 5 മിനിറ്റ് ഒന്നും എടുക്കില്ല, നന്നായിട്ട് വെള്ളം തിളച്ചിട്ടാണ് വെക്കുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. ഇതിനോ മനുഷ്യരെ പോലെ വേദന അനുഭവിക്കുന്ന ഒരു പലഹാരമാണ് പുട്ട്. കാരണം എന്നറിയാമോ? ഇതിൽ വേറെ 1-2 പേരോടെ ഉണ്ട്. പുറകീന്ന് കുത്തും. ചില മനുഷ്യരും പുറകേത് കുത്തും. അതെന്തോ കുത്തി പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇനി ഇതിനുണ്ടല്ലോ വേറെ 1-2 പേരൊക്കെ ഉണ്ടല്ലോ. നമ്മൾ പുട്ടെന്ന് പറയും, ചില അരിക്കണ്ടി എന്ന് പറയും. നല്ല ചൂട്. എങ്കിൽ ഞാൻ കഴിക്കാം ഫസ്റ്റ് കേട്ടോ. അപ്പോൾ ജിനുവിൻ്റെ വിധം പുട്ടുമായിട്ട് പോയി. ഞാൻ എൻ്റെ വിധത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ജിനുവിന് പുട്ടും പഴമാട്ടോ ഇഷ്ടം, ടുട്ടൂനും അതെ. എനിക്ക് പക്ഷേ ഇച്ചിരി ചാറ് കറിയാണ്, കടലക്കറിയോ മുട്ടൻ കറിയോ ചിക്കൻ കറിയുടെ ചാറോ അതാണ് എനിക്കിഷ്ടം. പഴത്തിനോട് വലിയ താല്പര്യമില്ല നോക്കിക്ക്. കാരണം അപ്പോൾ ഞാനിന്ന് കഴിക്കാൻ പോകുന്ന നല്ല ഒന്നാന്തരം പുട്ടും ഇന്നലെ വെച്ച ചിക്കൻ കറിയും കൂടെയാണ്. ആ ചാറൊക്കെ കൂടി പിടിച്ചാണ്ടല്ലോ അടിപൊളിയാണ്.